ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖായിരിക്കുന്നു. ഞാൻ ഫില ഹാഷിം പെൺകൊച്ചാണ്, കൗൺസിലറാണ്. ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ലൈഫ് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്, അതെങ്ങനെ ലൈഫ് ലോങ് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. പല ആൾക്കാരും എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ നടക്കുന്നില്ല അല്ലേ. ഒരുപാട് കാലങ്ങളായി അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ലൈഫിലേക്ക് നമുക്ക് എത്താൻ പറ്റുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് പറയുന്നത്. ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന മാറ്റങ്ങൾ വരുത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ശീലങ്ങളിലൂടെയാണ്. അതായത് മോട്ടിവേഷൻ വാങ്ങുമ്പോൾ ശീലങ്ങൾ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണമായിട്ട് ഭയങ്കര എനർജി ആയിരിക്കും അല്ലേ. ഭയങ്കരമായിട്ട് ആവേശത്തോടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എഫേർട്ട് നമ്മളെടുക്കും. എന്നാൽ ഒരു ദിവസം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്നാകുമ്പോൾ നമ്മൾ താഴ്ന്നു വന്നാൽ, ഹൈ ആയിട്ടുള്ള നമ്മൾ താഴ്ന്നു വന്നാൽ നമുക്ക് എല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു ഇത് വരും അല്ലേ. എല്ലാം ഉപേക്ഷിക്കാം, അതിൽ നടക്കൂല, മതി, ഇത്രയും ഞാൻ ചെയ്തിട്ട് ഇന്ന് നോക്കിയേ എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് വരും അല്ലേ. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം ചെറുതായിട്ട് ആരംഭിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളിങ്ങനെ ഗോൾസ് എഴുതുമ്പോൾ, മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും വലുതിലേക്ക്, വലിയ വലിയ ആഗ്രഹങ്ങളിലേക്ക്, വലിയ വലിയ ശീലങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ഫസ്റ്റ് പോവുക. എനിക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കൊരു 1,00,000 രൂപ വേണം എന്ന് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യും. പക്ഷേ നമ്മൾ കയ്യിൽ ആ സമയത്ത് ചിലപ്പം ഒരു 100 രൂപ പോലും എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ 1,00,000 നമ്മളിലേക്കാൾ കിട്ടുന്ന, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ആ ഒരു സംഖ്യ, വലിയൊരു സംഖ്യ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അത് ഭയങ്കര സമയം എടുക്കുന്നത് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഈ സമയം എടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു മോട്ടിവേഷനും ആ ഒരു എനർജിയും ഇങ്ങനെ കുറയും അല്ലേ. ഇതെന്താ ഇത്രയായിട്ടൊന്ന് നടക്കാത്തത്, ഞാൻ കുറേ ആയാലോ ചെയ്യുന്നത്, എന്താ ചെയ്യാത്തത്. ഇത് മാനിഫെസ്റ്റേഷനിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തിലാണെങ്കിൽ പോലും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങണം എന്നാണ് ആഗ്രഹം, നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു വണ്ടി പോലും ഇല്ല, പക്ഷേ എന്തുണ്ട്, പൈസയും നിങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ എനിക്ക് ഇന്ന സമയത്തൊരു കാറ് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് പല എഫേർട്ടും നമ്മൾ എടുക്കുന്നുണ്ട്, പക്ഷേ അതിലേക്ക് എത്താനുള്ള ദൂരം ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നടക്കോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ചെയ്തിട്ടൊന്നും ആവുന്നില്ലേ, ഇത്രയും ആയില്ലേ, ഇത്രയും ദിവസമായില്ലേ, ഇത്രയും അങ്ങനെ ആയില്ലേ, ഇത്രയും ചെയ്യാൻ തുടങ്ങിയില്ലേ, എന്നിട്ട് എന്താവാത്തത് എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് വരാൻ തുടങ്ങുന്നതോറും നമ്മുടെ മോട്ടിവേഷൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട് അല്ലേ. പിന്നെ നമുക്കത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ലാതാവുന്നുണ്ട്. അതോടെ നമുക്ക് എല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് തോന്നും. മതി, പോട്ടെ, എത്രയും ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഇനിയാണ് എന്നുള്ളൊരു തോട്ട് നമ്മളെ മൈൻഡിലേക്ക് വരില്ലേ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത്, ചെറുതിൽ നിങ്ങൾ ആരംഭിക്കുക. അത് ശീലമായാലും, നിങ്ങൾ ഡ്രീംസ് ആയാലും, മാനിഫെസ്റ്റേഷൻ ആയാലും. ഇപ്പോൾ നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് നിങ്ങളിപ്പോൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ പഠിച്ചു, അപ്പോൾ നിങ്ങൾ ഈ 2026 എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കണം, ഈ ഒരു കാര്യത്തിൽ നടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും ചെറിയ ഡ്രീംസിൽ നിങ്ങൾ തുടങ്ങുക. ഏറ്റവും ചെറിയ ഡ്രീം എന്താണോ, ഗോൾ എന്താണോ, അതിൽ നിങ്ങൾ തുടങ്ങുക. അതേപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ശീലത്തിൽ നിങ്ങൾ തുടങ്ങുക. പുതിയൊരു ശീലം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറുതിൽ നിങ്ങൾ തുടങ്ങുക. ഏതൊരു കാര്യത്തിലാണെങ്കിലും ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഡെയിലി നിങ്ങളൊരു കുഞ്ഞ് സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി. 1% നിങ്ങൾ ഒരു ദിവസം നന്നായാൽ മതി. അങ്ങനെ ആവുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ലൈഫ് ലോങ് ആ മാറ്റവും ആ ഹാബിറ്റ്സും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു മടിയും കൂടാതെ, ഒരു മോട്ടിവേഷൻ ഇല്ലെങ്കിൽ പോലും. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഇല്ല, അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യൂ. എങ്ങനെയാവുമ്പോൾ, അത് ഈസി ആവുമ്പോൾ. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, നമ്മളെപ്പോഴും എളുപ്പ വഴി സ്വീകരിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ നമ്മുടെ മൈൻഡും തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെറുതിൽ തുടങ്ങുക. അതാവുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ വലിയ എഫേർട്ട് എടുക്കുന്നില്ല നമ്മൾ അല്ലേ.
ചെറുതാവുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ എന്ന മൈൻഡാണ് നമുക്ക് പോകുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു അലക്കാൻ ഒരുപാട് തുണി ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ഇത്രയും തുണി അലക്കാനുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ 2-3 തുണി കാണുമ്പോൾ നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ, ഇത് ഇപ്പം തന്നെ അലക്കി തീർക്കാം എന്നുള്ളതായിരിക്കും ഉണ്ടാവുക അല്ലേ. ഇതൊക്കെ ഈസി അല്ലേ എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. ഇതുപോലെയാണ് നമ്മുടെ ബ്രെയിനിലും അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസിലായാലും ഏതൊരു കാര്യത്തിലായാലും ഈസിയുള്ള കാര്യങ്ങൾ നമ്മൾ വേഗം ചെയ്യാം, എത്രയല്ലേ ഉള്ളൂ ചെയ്യാം എന്ന് നമുക്ക് തോന്നും. വലുതാവുമ്പോൾ എത്രയുണ്ടോ, ഇതൊക്കെ എങ്ങനെ ചെയ്ത് തീർക്കുക, ഇതൊക്കെ എപ്പോൾ അവിടെ എത്താനാ, ഇതൊക്കെ എപ്പോൾ എങ്ങനെ എത്താനാ എന്നുള്ളതായിരിക്കും ഉണ്ടാവുക അല്ലേ. നെഗറ്റീവാണ് അവിടെ വരുന്നത്, എപ്പോ എപ്പോ എന്നുള്ളത്. പക്ഷെ ചെറുതിൽ തുടങ്ങുമ്പോൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് തടി ഒരു 10 കിലോ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ. നിങ്ങൾ അതിന് എന്താ പറയുക, ഡെയിലി വർക്കൗട്ട് ചെയ്യണം, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം അല്ലേ, ഡയറ്റൊക്കെ ഫോളോ ചെയ്യണം. ഇത് ഭയങ്കര പാടുള്ളതാണ് എല്ലാ ആൾക്കാർക്കും അല്ലേ. വർക്കൗട്ട് ചെയ്യുന്നത് അരമണിക്കൂർ 1 മണിക്കൂറിലൊക്കെ വർക്കൗട്ട് ചെയ്യണ്ടേ, ഡയറ്റ് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കഴിക്കണ്ടേ എന്നുള്ളതായിരിക്കും പല ആൾക്കാർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാല്ലേ. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ് കൊടുക്കേണ്ടത്? നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഒരു ഹെൽത്തി ഡയറ്റ് കൊണ്ടുവരാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കാനും വേണ്ടി നോക്കുക എന്നുള്ളതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡെയിലി ഒരു 5 മിനിറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാൻ 5 മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഒരു 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്യും. ഭയങ്കര സിമ്പിളായിട്ടുള്ള എഫേർട്ട് അത്ര എടുക്കാത്ത ഒരു 5 മിനിറ്റ് ഒരു വർക്കൗട്ട് നിങ്ങൾ എടുക്കുക. അത് നിങ്ങൾ 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പം ഏതെങ്കിലും ഒരു വർക്കൗട്ട് 5 മിനിറ്റ് ആയാലും മതി. അത് നിങ്ങൾ 2 ആഴ്ച ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ 2 ആഴ്ച ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആഴ്ച മുതൽ 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് ആക്കുക. അങ്ങനെ അത് കൂട്ടി കൂട്ടി വരാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കാനും അതേപോലെ തന്നെ ഇത് ഭയങ്കര ഹാർഡുള്ളതാണ് എന്ന് മൈൻഡിലേക്ക് വരികയും ചെയ്യൂല. നിങ്ങളുടെ തടി എന്ത് ചെയ്യും, കുറയാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ, ഡയറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫസ്റ്റ് തന്നെ ഫോളോ ചെയ്യാതിരിക്കുക. കുറച്ച് കുറച്ചായിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ചെറുതിൽ തുടങ്ങുക. ഒരു ദിവസം ഒരു ഹെൽത്തി മീൽ കഴിക്കുക. അങ്ങനെ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ ഒരു ഡയറ്റ് പ്ലാൻ കൊണ്ടുവരാം. അതേപോലെ രാവിലെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ഇപ്പം നിങ്ങൾ 10 മണിക്കാണ് രാവിലെ എഴുന്നേൽക്കുക, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് 5 മണിക്കാണ്. ഈ 10 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ ഫസ്റ്റ് 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കുമായിരിക്കും, രണ്ടാമത്തെ ദിവസം എഴുന്നേൽക്കുമായിരിക്കും, മൂന്നാമത്തെ ദിവസം എഴുന്നേൽക്കൂല. അലാറം ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ചായിട്ട് എന്നുള്ളത് കിടക്കും. അതൊരു ഭാരമായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യാണ്. 10 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ചില ആൾക്കാർ പറയുന്നുണ്ട്, എനിക്കെന്താ ഉറക്കം മതിയാവാതെ പോലെ തോന്നാണ്, ഉറങ്ങി എഴുന്നേറ്റാൽ ഒരു ഭയങ്കര ഉറക്കം തൂങ്ങി ഇങ്ങനെ ഒരു ക്ഷീണം പോലെ തോന്നും, ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കും, ഒരു എനർജി കിട്ടൂല. എന്തുകൊണ്ടാണ്? 10 മണിക്കാണ് നിങ്ങൾ ഓൾറെഡി മുമ്പൊക്കെ എഴുന്നേൽക്കുന്നത്. നിങ്ങൾ 5 മണിക്ക് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ആ ഒരു മാറ്റം നിങ്ങളെ ബ്രെയിനിൽ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, 10 മണിക്കാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നതെങ്കിൽ ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 9:45 ഒരു 9:30 എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുക. അടുത്ത ആഴ്ച എന്ത് ചെയ്യുക, 9:30 എന്നുള്ളത് 9 മണി അല്ലെങ്കിൽ 9:15 ആക്കുക. അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ടാർഗറ്റ് ആയിട്ടുള്ള 5 മണിയിലേക്ക് നിങ്ങൾ എത്തുക. പെട്ടെന്ന് എത്താതെ ഇങ്ങനെ മെല്ലെ സ്ലോ ആയിട്ട് എത്തുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 5 മണിക്ക് എഴുന്നേൽക്കാൻ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. അത് ലൈഫ് ലോങ് കൊണ്ടുപോകാനും പറ്റും. മറ്റേതുപോലെ നിങ്ങൾ 2 ദിവസം എഴുന്നേൽക്കുന്നുണ്ട്, 2 ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, 5 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്, പക്ഷെ 3-ാമത്തെ ദിവസം എഴുന്നേൽക്കൂല. കാരണം എന്താ, അത് ആ ഒരു മാറ്റം പെട്ടെന്ന് നിങ്ങൾക്കും നിങ്ങളുടെ ബ്രെയിനിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ചെറുതിൽ തുടങ്ങുമ്പോൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾ 10 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ 9:30 എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ 9:45 അത്ര വലിയ മാറ്റം തോന്നൂല. കാരണം ഓൾറെഡി 10 മണിക്കാണ് എഴുന്നേൽക്കുന്നത്, ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് എന്നേ ഉള്ളൂ. അതേപോലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ
എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പല ആൾക്കാർക്കും പറ്റുന്നൊരു തെറ്റാണ്. നേരത്തെ എഴുന്നേൽക്കും, എഴുന്നേറ്റിട്ടോ എന്താ ചെയ്യണ്ടേ ഒന്നും തിരിയാത്തൊരു ആലെത്തുമ്പോൾ പിന്നെയും കിടക്കും. ഇനി കുറേ സമയമുണ്ടല്ലോ, എന്ത് ചെയ്യാനാ, എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും കിടക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. അതിലും നമ്മളെന്ത് ചെറുതിൽ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ജേണൽ എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ജേണലിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. വലിയ വലിയ ഇത് എഴുതാതെ ചെറുതിൽ സ്റ്റാർട്ട് ചെയ്യുക. ഏതൊരു കാര്യവും ചെറുതിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഹാർഡായിട്ടുള്ളതാകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ക്ഷീണിക്കാൻ തുടങ്ങും. ഇത്രയും ഇങ്ങനെ ഉണ്ടോ, ഇത്രയാണോ, ഭയങ്കര എഫേർട്ട് എടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇതാണെങ്കിലോ എഫേർട്ട് എടുക്കാതെ തന്നെ അതായത് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ ബ്രെയിനും അറിയുന്നില്ല. അത് അത്രത്തോളം എഫേർട്ടാണ്, ഭയങ്കര പണിയാണ് എന്നുള്ളത് തോന്നുന്നില്ല. പക്ഷെ നിങ്ങളുടെ ടാർഗറ്റിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആദ്യം തന്നെ വലിയ ഇതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. എന്നാൽ ചില ആൾക്കാർക്കുണ്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ, വലുതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് അത് ഫോളോ ചെയ്യാം. പക്ഷെ എല്ലാവരും ഒരേപോലെ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ നോക്കിയിട്ട് അവരത് ചെയ്യുന്നുണ്ട്, നമുക്കും പറ്റും. അവർക്ക് പറ്റും എന്നുണ്ടെങ്കിൽ പറ്റുമായിരിക്കും, പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾക്കും പറ്റും. പക്ഷെ അവർ ചെയ്തതുപോലെ തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അവരൊരു കാറ് വാങ്ങി, നിങ്ങൾക്കാണ് എനിക്കും കാറ് വാങ്ങാൻ പറ്റും. അവർ ചിലപ്പോൾ ഇന്ന് ആഗ്രഹിച്ച് നാളെ എന്ത് ചെയ്യുന്നുണ്ടാവും, കാറ് വാങ്ങുന്നുണ്ടാവും. അത് അവരുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യും, എനിക്കും കാറ് വാങ്ങാൻ പറ്റും, ഓനക്ക് വാങ്ങിനി എനിക്കും വാങ്ങാൻ പറ്റും. നമ്മളെന്ത് ചെയ്യും, നാളെ തന്നെ ലോൺ എടുത്തിട്ട് കാറ് വാങ്ങും. പക്ഷെ അവനക്ക് ലോണില്ല, അവൻ്റെ കയ്യിൽ നിന്നാണ് അവൻ പൈസ എടുത്തത്. അവൻ ഇത്രയും നാൾ സമ്പാദിച്ചതിൽ നിന്ന് സ്വരുക്കൂട്ടി വെച്ചതിൽ നിന്ന് കാറ് വാങ്ങി. നമ്മളാണെങ്കിൽ ലോൺ എടുത്തിട്ട്, അപ്പോൾ ലോൺ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നട്ടപ്പാതിരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടാവും. പിന്നെ ടെൻഷനായി കാറ് വാങ്ങിയതിൻ്റെ ടെൻഷൻ, ഒരു സന്തോഷം പോലും നമുക്ക് ഉണ്ടാവില്ല. ഈ കാറിന് ലോൺ എടുക്കാൻ നമുക്കൊന്നും ഉണ്ടാവാ ടെൻഷൻ അല്ലേ. അവൻ കാറ് വാങ്ങി, നിങ്ങൾക്ക് കാറ് വാങ്ങാൻ പറ്റും. പക്ഷെ എപ്പോൾ എങ്ങനെയെന്നുള്ളത് അത് നമ്മുടെ ലൈഫ് സ്റ്റൈലും അതേപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണോ. അല്ലാതെ അവർ പോയ വഴിയിലൂടെ തന്നെ എനിക്കത് നേടിയെടുക്കണം എന്ന് പറയുന്നത് കുറച്ച് മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് പറ്റും. അവർ കാറ് വാങ്ങിയിട്ടുണ്ടേ, നിങ്ങൾക്കും കാറ് വാങ്ങാൻ പറ്റും. ആ വഴി ചിലപ്പം എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് നിങ്ങൾ നോക്കുക. അവരത് ചെയ്തിട്ട് ഞങ്ങൾക്കതും ചെയ്യണം, അതേപോലെ ചെയ്യണം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. പക്ഷെ അതേപോലെ തന്നെ ചെയ്യണം എന്ന് വാശി പിടിക്കുമ്പോഴാണ് നമ്മളെപ്പോഴും താഴ്ന്ന് താഴ്ന്ന് തോറ്റു പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ചെറുതിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടുന്നാ, ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലുതിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് തന്നെ വലുതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെയും താഴ്ന്നു പോവും, പിന്നെയും തോറ്റു പോവും. പിന്നെയും നിങ്ങൾ തന്നെ ബ്രെയിന് നെഗറ്റീവ് ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സ് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് പറ്റൂല, ഇതെന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഇനി ഒരിക്കലും എനിക്ക് ആ ഡ്രീം എത്തൂല, എൻ്റെ വിധി ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതൊഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെറുതിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇന്ന് തന്നെ നിങ്ങളൊരു ശീലം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ തുടങ്ങുക ചെറുതിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേജ് വായിക്കുക, ഒരു ദിവസം ഒരു പേജ് വായിക്കുക. ഒരു ദിവസം തന്നെ നമ്മൾ 10 പേജ് വായിക്കുക. റീഡിങ് ഇഷ്ടമില്ലാത്ത ഒരാൾ 10 പേജ് വായിക്കും എന്നുള്ള ഒരു ഗോള് വെക്കുമ്പോൾ അത് ചിലപ്പം അവർക്ക് ഭയങ്കര 2-3 ദിവസമേ ചെയ്യുള്ളൂ. പക്ഷേ ഒരു ദിവസം ഒരു പേജ് വായിക്കാൻ പറ്റുമല്ലോ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഒരു ദിവസം ഒരു പേജ് വായിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ 10 20 പേജ് ഒരു ദിവസം വായിച്ച് തീർക്കാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ ഫസ്റ്റ് തന്നെ റീഡിങ് ഇഷ്ടപ്പെടാത്ത ഒരാൾ, റീഡിങ് ഹാബിറ്റ്സ് ആയിട്ട് എടുക്കാത്ത ഒരാൾ ഫസ്റ്റ് തന്നെ 20 പേജ് 10 പേജ് വായിക്കും എന്ന് പറയുമ്പോൾ 2 ദിവസം അത് പോവുമായിരിക്കും. 3-ാമത്തെ ദിവസം നിങ്ങൾ പിന്നെയും ബുക്ക് മടക്കി വെച്ച് നിങ്ങൾ അവിടെ വെക്കും.
അതുകൊണ്ടാണ് പറയുന്നത് ചെറുതിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് തന്നെ എന്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളത് എഴുതി വെക്കുക, ഒന്ന് ട്രാക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു മികച്ച വ്യക്തിയാവണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെ ഹാബിറ്റ്സ് ആയാലും നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനാണെങ്കിലും നല്ലൊരു റുട്ടീൻ കീപ്പ് ചെയ്യാനാണെങ്കിലും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം, സ്കിൽസ് പഠിക്കണം എന്നൊക്കെ. പക്ഷേ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഒറ്റക്ക് ഒന്നും പറ്റുന്നുണ്ടാവില്ല. ഒരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബെറ്റർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.